എല്ലാ പ്രിയപ്പെട്ടവർക്കും ദ ഗുഡ് ന്യൂസ് ലൈവിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ടോപ്പിക്, ഇസ്രായേലിന്റെ ആത്മമിത്രമായ അമേരിക്ക ഇപ്പോൾ ഇസ്രായേലിനെ കൈവിട്ടിരിക്കുന്നു. ഇനി എങ്ങനെയാണ് ഇസ്രായേൽ മുൻപോട്ട് പോകുക എന്നുള്ളത്. അപ്പോൾ ഇസ്രായേലിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നുള്ളതാണ് നമ്മുടെ ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. ലോകമെമ്പാടുമുള്ള ജനതയ്ക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ഇസ്രായേലിന്റെ എക്കാലത്തെയും ഏറ്റവും വലിയ സഖ്യരാഷ്ട്രമാണ് അമേരിക്ക. അമേരിക്കയുടെ പ്രാധാന്യം ഇസ്രായേലിലെ ഓരോ ജനങ്ങൾക്കും വളരെ വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. കാരണം ഇസ്രായേൽ എന്ന രാജ്യം രൂപീകരിക്കപ്പെട്ട കാലം തൊട്ട് ഇന്നയോളം ഇസ്രായേലിന്റെ എല്ലാ സാഹചര്യങ്ങളിലും, അത് ഉയർച്ചയായിക്കോട്ടെ താഴ്ചയായിക്കോട്ടെ, പ്രതിസന്ധി കാലഘട്ടമായിക്കോട്ടെ സുവർണ കാലഘട്ടമാകട്ടെ, എപ്പോഴും ഇസ്രായേലിനൊപ്പം ചങ്കായി ചേർന്ന് നിന്ന രാജ്യമാണ് അമേരിക്ക. ആ അമേരിക്ക ഇപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് ഇസ്രായേലുമായിട്ട് തെറ്റി അകലുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരുപാട് കാരണങ്ങൾ നമ്മൾ ലോകക്രമം എടുത്ത് പഠിച്ചാൽ മനസ്സിലാക്കും. ട്രംപ് എന്ന് പറയുന്ന വ്യക്തിയും അതേപോലെ ബെഞ്ചമിൻ നെതന്യാഹു എന്ന ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയുമായിട്ട് വളരെ വലിയ ഊഷ്മളമായ ബന്ധമാണ്. അതിന് അവരെ തമ്മിൽ കൂട്ടി ഇണക്കി ചേർത്തതും ട്രംപിന് ഇസ്രായേലിനോടുണ്ടായിരുന്ന ഒരു പ്രത്യേക അനുഭാവമായിരുന്നു. ഒരു ക്രിസ്തീയ മതവിശ്വാസിയായ ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റായിട്ട് വരികയും അദ്ദേഹം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിനും അതിന്റെ നിലനിൽപ്പിനും വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്കും അദ്ദേഹത്തിന്റെ പല കാഴ്ചപ്പാടുകളും ഇസ്രായേലിൻ്റെതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നതാണ് എന്നുള്ളത് കൊണ്ട് ട്രംപിന്റെ ആദ്യ പ്രസിഡൻഷ്യൽ വരവിൽ തന്നെ ട്രംപ് വിപ്ലവങ്ങൾ സൃഷ്ടിച്ചു. അതിലേറ്റവും പ്രധാനമായിട്ട് നമ്മൾ എടുത്തു പറയേണ്ടത്, ഇസ്രായേലിന്റെ എറ്റേണൽ ക്യാപിറ്റലായ ജെറുസലേമിനെ ഡിപ്ലോമാറ്റിക്കലി ഇസ്രായേലിന്റെ തലസ്ഥാനമായിട്ട് അമേരിക്ക അതിനെ പ്രഖ്യാപിക്കുകയും US എംബസി ജെറുസലേമിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു, അല്ലെങ്കിൽ അവിടെ സ്ഥാപിച്ചു. അതിനുശേഷം പല രാജ്യങ്ങളും, പനാമയടക്കമുള്ള പല രാജ്യങ്ങളും അവരുടെ എംബസി ജെറുസലേമിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് നയതന്ത്ര ചർച്ചകളും തിരക്കിട്ട നീക്കങ്ങളും നടത്തിയതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ രീതിയിൽ ഇസ്രായേലിന്റെ എക്കാലത്തെയും വലിയൊരു ആഗ്രഹം, അല്ലെങ്കിൽ അവരുടെ ഒരു ലോങ് വെയിറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു അമേരിക്കയെ പോലുള്ള ഒരു പവർഫുൾ കൺട്രി ജെറുസലേമിനെ അവരുടെ ക്യാപിറ്റലായിട്ട് റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളത്. അത്തരം രീതിയിലൊരു നടപടി ട്രംപിന്റെ ഭാഗത്തുനിന്നുണ്ടായി. ഇത് ട്രംപും ബെഞ്ചമിൻ നെതന്യാഹുമായിട്ടുള്ള ബന്ധം അരക്കിട്ട് ഉറപ്പിച്ചു എന്ന് നമുക്ക് പറയാം. അതിനുശേഷം കൊണ്ടുവന്നാണ് അബ്രഹാമിക് അക്കോർഡ്സ്. ഈ അബ്രഹാമിക് അക്കോർഡ്സിനും വളരെ വലിയ പ്രാധാന്യമാണുള്ളത്. ഈ അബ്രഹാമിക് അക്കോർഡ്സിലൂടെ ഇസ്രായേലും അതേപോലെ തന്നെ അബ്രഹാമിക് കൺട്രീസ് ആയിട്ടുള്ള സൗദി അറേബ്യയും UAE-യുമായിട്ടൊക്കെയുള്ള നയതന്ത്ര ബന്ധം അതൊന്ന് പൊടി തട്ടിയെടുത്ത് എക്കാലത്തെക്കാളിലും വളരെ പവർഫുള്ളായ രീതിയിൽ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബന്ധത്തിൽ വലിയ രീതിയിലുള്ള ഒരു അടുപ്പം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ട്രംപിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ശ്രമം നടന്നു. അതിൽ ഇപ്പോഴും സൗദി അറേബ്യ പല കാരണങ്ങൾ പറഞ്ഞിങ്ങനെ അടുക്കുമെന്ന് വെച്ചാൽ അടുക്കുന്നുണ്ട്, എന്നാൽ അകന്നിരിക്കുമെന്ന് വെച്ചാൽ അകന്നിരിക്കുന്നുണ്ട്. അത് ഒപ്പിടണമെന്നുമുണ്ട്, എന്നാൽ ചില കാരണങ്ങളൊക്കെ കൊണ്ട് ഒപ്പിടാതിരിക്കുകയും ചെയ്യുന്നു. അപ്പം ഏതാണ്ട് ഏകദേശം കാര്യങ്ങളോടൊക്കെ അടുത്ത് വന്നിരിക്കുന്നു. അപ്പൊ ഇത്തരം രീതികളിലെല്ലാം ട്രംപും അതേപോലെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവും, മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അമേരിക്കയും ഇസ്രായേലും വളരെ വലിയ രീതിയിൽ ട്രംപിന്റെ ഭരണകാലത്ത് അടുത്തതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സെക്കൻഡ് ടൈമിൽ ട്രംപ് ഭരണം പിടിച്ചെടുത്തപ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹം വൈറ്റ് ഹൗസിന്റെ തലവനായിട്ട് വരാൻ നേരത്ത് അത് ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരുന്നത്, കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പച്ച മലയാളത്തിൽ പറയാം. ഇസ്രായേൽ അപ്രകാരമായിരുന്നു ആ കാര്യത്തെ കണ്ടിരുന്നത്. അപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു അദ്ദേഹം ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ട്രംപ് ആ കസേരയിൽ വരണമെന്നും അതിനുശേഷം ഇസ്രായേലിൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ അദ്ദേഹം കൊണ്ടുവരും എന്നുള്ളതും ട്രംപിന്റെ വലിയൊരു പ്രതീക്ഷയാണ്. കാരണം ഓൺഗോയിങ് വാർ, ഇസ്രായേലും അതേപോലെ ഹമാസും തമ്മിലുള്ള വാറും, ഹിസ്ബുള്ള, ഹൂതി, സിറിയ, ലെബനൻ, ഈ രാജ്യങ്ങളിലൊക്കെ ഇസ്രായേലിൽ നടത്തുന്ന നിലനിൽപ്പിന്റെ പോരാട്ടങ്ങൾക്ക് വളരെ വലിയ ശക്തി പകരും എന്നുള്ളത് ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിന്റെ വരവിന് അത്രമേൽ പ്രാധാന്യം അദ്ദേഹം നൽകിയിരുന്നു. അല്ലെങ്കിൽ ഇസ്രായേൽ ജനത മുഴുവൻ ട്രംപിന് വളരെ വലിയ രീതിയിലുള്ള സ്വീകരണവും അതേപോലെ തന്നെ അഭിവാദ്യങ്ങളുമാണ് അർപ്പിച്ചിരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഇരിക്കുന്ന ഒരു തരത്തിലാണ്
ഇപ്പോൾ കാര്യങ്ങൾ പെട്ടെന്ന് തലകീഴ് മറിഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ബെഞ്ചമിൻ നെതന്യാഹു ട്രംപ് അധികാരത്തിലെത്തിയപ്പോൾ ഏതെങ്കിലും ഒരു ലോക രാജ്യത്തിന്റെ നേതാവ് വൈറ്റ് ഹൗസ് സന്ദർശിച്ചെങ്കിൽ അത് നെതന്യാഹു ആണ് അത് ആദ്യം ചെയ്തത്. അപ്പോൾ അത്ര വലിയ ഒരു ബന്ധം ആയിരുന്നു നെതന്യാഹുവും ട്രംപും. എന്നാൽ ഗാസ വാറിന്റെ പേരിൽ ട്രംപും നെതന്യാഹുവും തമ്മിൽ ഇടയുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിന് ട്രംപിൻ്റെതായ പ്രഖ്യാപനങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ട്. താൻ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിന് നിൽക്കുന്ന സമയത്ത് ട്രംപ് താൻ വൈറ്റ് ഹൗസിൽ പ്രവേശിക്കുന്ന ആദ്യ ദിനം തന്നെ റഷ്യ യുക്രൈൻ വാറും അതേപോലെ തന്നെ ഇസ്രായേൽ ഹമാസ് വാറും അവസാനിപ്പിക്കുമെന്ന് എവിടെയും നോക്കാതെ ഒന്നും നോക്കാതെ ട്രംപ് പോയ കോടാലി പോലെ ആഞ്ഞു വെട്ടി അതങ്ങ് പ്രഖ്യാപിച്ചു. അവിടെയാണ് കാര്യങ്ങൾ തകിടം മറിഞ്ഞത്. അപ്പോൾ ആനുകാലികമായിട്ടുള്ള പ്രതിസന്ധികളെ പറ്റി കൃത്യമായിട്ടൊരു പഠനം നടത്താതെ ട്രംപ് നടത്തിയ പ്രഖ്യാപനം ലോകത്തിന്റെ ക്രമത്തെ തന്നെ തിരിക്കുന്ന രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം അത് ഇത്ര വലിയൊരു പ്രതിസന്ധിയിലേക്ക് കൊണ്ടുവന്നെത്തിക്കാനിടയായി. അപ്പോൾ ഇസ്ലാമിക രാജ്യങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന അതിനോട് അനുഭാവമുള്ള ലോകരാജ്യങ്ങളിലെ ജനങ്ങൾ അവരെ പറയുന്ന ഒരു പ്രത്യേക കാര്യമുണ്ട്. അമേരിക്ക ഇല്ലെങ്കിൽ പിന്നെ ഇസ്രായേൽ ഇല്ല. അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇസ്രായേല് പിടിച്ചു നിൽക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ ഇവരൊക്കെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് വളരെ ശക്തമായ ഒരു ഭരണഘടനയുള്ള രാജ്യമാണ്. ഈ ഭരണഘടനയ്ക്ക് വളരെ വലിയ ഊന്നൽ നൽകുന്ന ഒരു രാജ്യവുമാണ് ഇസ്രായേൽ. എന്നാൽ അതിനപ്പുറമായിട്ട് അവർ പ്രാധാന്യം കൊടുക്കുന്ന ഒരു പുസ്തകം അല്ലെങ്കിൽ ഒരു പ്രബന്ധം അവരുടെ കയ്യിലുണ്ട്. അതാണ് തോറ. ഈ തോറയിൽ വളരെ വ്യക്തമായിട്ട് എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങളുണ്ട്. ഈ തോറയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇസ്രായേൽ വളരെ വ്യക്തമായിട്ട് തന്നെ നിരീക്ഷിച്ച് അതും പ്രകാരം കാര്യങ്ങൾ നീക്കം ചെയ്യുന്ന ഒരു രാജ്യമാണ്. എന്ന് പറഞ്ഞാൽ കണ്ടംപററി ആയിട്ടുള്ള ലോകത്തിന്റെ ക്രമങ്ങൾ നോക്കി മാത്രമല്ല ഇസ്രായേൽ ആ രാജ്യത്തിൻ്റെതായിട്ടുള്ള മുന്നോട്ടുള്ള കാൽവെപ്പ് നടത്തുന്നത്. ആ രാജ്യം തങ്ങളുടെ ഭരണഘടനയും അതേപോലെ ലോകക്രമങ്ങളും നോക്കുന്നതിനേക്കാൾ അപ്പുറമായി തോറയിൽ എന്തെഴുതിയിരിക്കുന്നു, തോറ എന്ത് പറയുന്നു, അപ്പോൾ കൃത്യമായി ഇസ്രായേലിന്റെ ഭാവിയെ പറ്റി നിർണയിച്ചിരിക്കുന്ന ഒരു പുസ്തകം അവരുടെ കയ്യിലിരിക്കുന്നു എന്നുള്ളത് ലോകത്തിലെ മറ്റുള്ളവരെക്കാൾ വളരെ വ്യക്തമായിട്ട് ഇസ്രായേലിന് അതിനെപ്പറ്റി ബോധമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രബന്ധത്തിൽ അല്ലെങ്കിൽ ഈ തോറയിൽ പല പ്രവാചകന്മാർ മുൻകാലങ്ങളിൽ പ്രവചിച്ചതായിട്ടുള്ള പ്രവചനങ്ങൾ ഇസ്രായേലിന്റെ മണ്ണിലും ലോകത്തിലും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു, ഇസ്രായേലുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടി ലളിതമായിട്ട് നമുക്കതിനെ പറയാൻ കഴിയാം. അപ്രകാരം എഴുതി വച്ചിരിക്കുന്ന തോറകളിലെ ഒരു പുസ്തകത്തെ പറ്റി ഞാൻ നിങ്ങളോട് പറയാം. അതിനകത്തൊരു എഴുത്തുമുണ്ട്. അപ്പോൾ അതിനകത്ത് അന്ത്യനാളിനെ പറ്റിയും ഇസ്രായേൽ അന്ത്യനാളിൽ എപ്രകാരമായിരിക്കും ഇസ്രായേലിന്റെ ഭാവി എന്നും ഇസ്രായേലിന്റെ ശത്രുക്കൾ ഇസ്രായേലിന്റെ നേരെ എന്ത് ചെയ്യും എന്നുള്ളതും ഒക്കെ ഈ പുസ്തകത്തിൽ വളരെ കൃത്യമായി തന്നെ എഴുതി വച്ചിരിക്കുന്നു. അവിടെ പറയുന്നു, അന്ത്യനാളിൽ ഇസ്രായേലിന് എതിരെ സകല ജാതികളും ഒരുമിച്ച് കൂടും. അപ്പൊ സകല ജാതികളും എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഈ ഭൂമുഖത്തുള്ള മുഴുവൻ രാജ്യങ്ങളും ആണ് ഇവിടെ ജാതികളായിട്ട് വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അമേരിക്ക ഇത്ര കാലയളവിൽ അല്ലെങ്കിൽ ഇന്ന കാലയളവിൽ വരെ ഇസ്രായേലിനെ സപ്പോർട്ടീവായിട്ട് നിൽക്കത്തുള്ളൂ എന്നുള്ള കാര്യം ഇസ്രായേലിന് അവരുടെ തോറയിൽ നിന്നും അവരതിനെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചാണ് ഇസ്രായേലിന്റെ നയതന്ത്ര ബന്ധങ്ങളും അവർ ചിട്ടപ്പെടുത്തി പോരുന്നത് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യത്തെ ഇവിടെ സൂചിപ്പിച്ചത്. അപ്പൊ തോറയ്ക്ക് വലിയ സ്വാധീനമുണ്ട് ഇസ്രായേലിന്റെ ഭരണകർത്താക്കളിലും അവിടെ ഭരണ സംവിധാനങ്ങളിലും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇവിടെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, ഈ ഇസ്ലാമിക ലോകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നവർ പറയുന്ന ഒരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇനി ഇസ്രായേൽ എന്ത് ചെയ്യും എന്നുള്ളത്. ഇസ്രായേലിനെ അമേരിക്ക ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇറാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചതിന് ശേഷം അമേരിക്ക പിൻവാങ്ങിയിരിക്കുന്നു. ഇനി ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പോട്ട് പോയ മിഡിൽ ഈസ്റ്റിന്റെ മുഴുവൻ പ്രശ്നങ്ങൾക്കും കാരണം ഇസ്രായേലാണെന്നും അതുകൊണ്ട് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടം അമേരിക്കയ്ക്ക് വരുമെന്നും ഒരു സൈനിക നടപടി നേരിട്ടാൽ അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയ്ക്ക് ഒരുപാട് തരത്തിൽ അത് നെഗറ്റീവായിട്ട് ബാധിക്കും എന്നുള്ളത് ഈ ബിസിനസ് കാരനായിട്ടുള്ള
പ്രസിഡന്റിന് ആരൊക്കെയോ ഓതിക്കൊടുത്തു. വലിയ കാര്യത്തോടെയാണ് ഇസ്രായേൽ ഇദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ടൈമിൽ ഇദ്ദേഹത്തെ വരവേറ്റതെങ്കിൽ അതേ ഇസ്രായേലിനുള്ളിലുള്ള മാധ്യമങ്ങൾ തന്നെ ട്രംപിനെതിരെ സംസാരിക്കാൻ വേണ്ടി തുടങ്ങി. ട്രംപ് പല കാര്യങ്ങളിലും മലക്കം പറയും. നേരത്തെ നമ്മൾ ജോ ബൈഡനെ പറ്റി പറഞ്ഞു. ജോ ബൈഡൻ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മറവി ഭയങ്കര രീതിയിൽ ബാധിക്കുന്നുണ്ട്. അപ്പൊ രാവിലെ പറഞ്ഞ കാര്യം പുള്ളിക്ക് വൈകുന്നേരം ആകുമ്പോൾ ഓർമ്മയില്ല. അപ്പൊ അങ്ങനെ ഒരു ട്രാവൽ നടത്തി അവിടെ പ്രഖ്യാപിച്ചു പോരുന്ന കാര്യത്തെ പറ്റി പിന്നെ വൈറ്റ് ഹൗസിൽ വന്നു കഴിഞ്ഞാൽ പുള്ളിക്ക് അതിനെപ്പറ്റി ഓർമ്മയില്ല എന്നൊക്കെയുള്ള വലിയ മറവി പ്രശ്നങ്ങളെ പറ്റി, അദ്ദേഹത്തിന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നമുണ്ട് എന്നൊക്കെ നമ്മൾ ജോ ബൈഡനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ജോ ബൈഡനെക്കാട്ടിയും വളരെ കഷ്ടമാണ് ഇപ്പോൾ ട്രംപിന്റെ അവസ്ഥ എന്നുള്ളതാണ്. ട്രംപ് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കാം. ട്രംപിന്റെ ഫസ്റ്റ് വന്നപ്പോൾ പറഞ്ഞ കാര്യമാണ് റഷ്യ യുക്രൈൻ വാർ അദ്ദേഹം ആദ്യ ദിവസം തന്നെ അവസാനിപ്പിക്കുമെന്ന്. അപ്പോൾ ഇദ്ദേഹം ഈ ആനുകാലികമായി നടക്കുന്ന ലോകക്രമം ഒന്നും മനസ്സിലാക്കാതെ ചുമ്മാ വെച്ച് തള്ളിയതാണ് അതിനെ തീർക്കുമെന്ന്. പക്ഷെ അത് തീർന്നില്ലെന്ന് മാത്രമല്ല, ആ പ്രശ്നം വളരെ വലിയ ഗുരുതരാവസ്ഥയിലേക്ക് കടന്നുപോയി എന്നുള്ളതാണ്. ഇപ്പോൾ റഷ്യ യുക്രൈനുള്ളിൽ തലങ്ങും വിലങ്ങും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ട്രംപ് തന്നെ തിരിച്ചു പറഞ്ഞു, റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് അദ്ദേഹത്തിന് ഇപ്പൊ പ്രാന്താണ്, ക്രേസി ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സമാധാനത്തെ പറ്റി യാതൊരു വിധത്തിലും അത് ആഗ്രഹിക്കുന്നില്ല എന്നുള്ള രീതി. അപ്പോൾ തന്നെ മറുപുറത്ത് പറയുകയാണെങ്കിൽ യൂറോപ്പ് വളരെയധികം ആശങ്കയോടെ ഇപ്പോൾ കാര്യങ്ങളെ കാണുന്നു. യൂറോപ്പ് ലോങ് റേഞ്ച് മിസൈൽസ് ഒന്നും കൊടുക്കാതെ, അല്ലെങ്കിൽ ആയുധങ്ങൾ ഒരു പരിധി വിട്ട് കൊടുക്കാതെ അതിനൊക്കെ ഒരു ബ്രേക്ക് ഇട്ട് വെക്കുന്നത്. അതിനൊക്കെ കുറച്ച് നിയമങ്ങളൊക്കെ അവരുടെ പിന്നെ പാർലമെന്റുകളിലൊക്കെ പാസ്സാക്കി അതിനെയൊക്കെ ഇങ്ങനെ തടഞ്ഞു വെച്ചിരുന്നു. പക്ഷെ ഇതെല്ലാം വിട്ട് കൈയഴിച്ച് സഹായിക്കുന്നു. അതിന്റെ അർത്ഥം ഈ യുദ്ധം വളരെ വലിയ രീതിയിൽ കൊടുമ്പിരി കൊള്ളും. കാരണം യുക്രൈന്റെ കയ്യിൽ ലോങ് റേഞ്ച് മിസൈൽസും അത്യാധുനിക ആയുധങ്ങളും ലഭിച്ചു കഴിഞ്ഞാൽ അത് വെച്ച് അവര് റഷ്യക്കിട്ട് താങ്ങും. അവസാനം റഷ്യ ആണവായുധം എടുക്കേണ്ടതായിട്ട് വരും. അതവിടെ നിൽക്കട്ടെ. അടുത്തതായിട്ടുള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ ഈ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല, രണ്ട് ആശയങ്ങൾ തമ്മിലുള്ള യുദ്ധവുമല്ല. ഇതൊരു മതപരമായ യുദ്ധമാണെന്ന് നമുക്ക് വേണേൽ പറയാം. അപ്പോൾ അത്തരം രീതിയിൽ ജിഹാദിനു വേണ്ടി പോരാടുന്ന ഹമാസ് നടത്തുന്ന ഈ ഒരു ഒളി പോരാട്ടം ഇസ്രായേലിനെ കാലാകാലങ്ങളായിട്ട് നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, ജിഹാദ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്രകാരമുള്ള യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന ഹമാസിനെതിരെയുള്ള യുദ്ധവും അവസാനിപ്പിക്കുമെന്ന് ട്രംപ് ഒന്നും കാണാതെ, ഒരു രീതിയിലുമുള്ള ശാസ്ത്രീയമായിട്ടുള്ള അല്ലെങ്കിൽ ആനുകാലികമായിട്ടുള്ള ലോകക്രമങ്ങളെ പഠിക്കാതെ പറഞ്ഞ ഈ ഒരു യുദ്ധം ഇന്നിപ്പോൾ എന്തായി? അതും നിന്നും ട്രംപിന് മലക്കം പറയേണ്ടതായിട്ട് വന്നു. ട്രംപ് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും വിഴുങ്ങിയിരിക്കുകയാണ്. അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ ഗാസേനെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റും. ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റിയോ? ഇല്ല, അതൊന്നും സംഭവിച്ചില്ല. ട്രംപ് അപ്പോൾ എന്തെല്ലാം പറഞ്ഞോ, എന്തെല്ലാം പരാമർശിച്ചോ, അതൊക്കെ ട്രംപിനെതിരെ തിരിഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു. പിന്നെ പാലസ്തീൻ ജനതയ്ക്ക് മറ്റൊരിടം കൊടുക്കും, അവരെ മാറ്റിപ്പാർപ്പിക്കും. എന്നിട്ട് മാറ്റിപ്പാർപ്പിച്ചോ? അതൊന്നുമില്ല. ഇപ്പോൾ ട്രംപ് എല്ലാ കാര്യങ്ങളും മുടക്കുന്നു. ഇപ്പൊ ഗാസയ്ക്ക് സമാധാനം വേണം, അവിടെ ജനങ്ങൾ സ്റ്റാർവ് ചെയ്യുന്നു, അവിടെ ജനങ്ങൾ മരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു, കുട്ടികൾ മരിക്കാൻ പോകുന്നു, സ്ത്രീകൾ മരിക്കാൻ പോകുന്നു. 48 മണിക്കൂറിനകം 10,000-കണക്കിന് ജനങ്ങൾ അവിടെ മരിച്ചു വീഴുമെന്ന് പറഞ്ഞു. എന്നിട്ട് ആരെങ്കിലും മരിച്ചു വീണോ? ഇല്ല, മരിച്ചു വീണില്ല. അപ്പോൾ പല രീതികളിൽ ട്രംപിൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങളെ അദ്ദേഹത്തിന് തന്നെ അത് പിന്നീട് മാറ്റി പറയേണ്ടതായിട്ട് വന്നു. ഇവിടെ ഈ അറബ് രാജ്യങ്ങളും വലിയ രീതിയിൽ ട്രംപിനെ സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഈ ട്രംപിന് യാത്ര ചെയ്യാൻ വേണ്ടി പുതിയ വിമാനം കൊടുത്തിരിക്കുകയാണ് ഖത്തർ. ഈ ഖത്തറും അതേപോലെ തന്നെ സൗദി അറേബ്യയൊക്കെ വലിയ ഇൻവെസ്റ്റ്മെന്റ് അമേരിക്കയെ നടത്തിക്കൊണ്ട്, അമേരിക്കയുടെ ബിസിനസ്സുകാരനായിട്ടുള്ള ട്രംപിനെ പിടിക്കാൻ ഏക മാർഗം ഇത് മാത്രമാണ് എന്നുള്ള മനസ്സിലാക്കിക്കൊണ്ട് അമേരിക്കക്കുള്ളിലുള്ള വളരെ വലിയ പ്രതിസന്ധികളെയും കൂടി കണക്കിലെടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഇതൊരു തക്ക സമയമാണ്, ഇതിലൂടെ ട്രംപിനെ സ്വാധീനിക്കാൻ കഴിയും. അപ്പോൾ ഭയങ്കര വാമിലിയുള്ള ഒരു വെൽക്കം കൊടുക്കുന്നു ദോഹയില്. അതിനുശേഷം ബോയിങ്ങിന്റെ ഒരു അത്യാധുനിക വിമാനം കൊടുക്കുന്നു യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. 1.2 ട്രില്യൺ ഇൻവെസ്റ്റ്മെന്റ് ഈ ഖത്തറിന്റെ ഭാഗത്തുനിന്ന് US ഉണ്ടാകുന്നു. സൗദിയുടെ ഭാഗത്തുനിന്ന് 600 ബില്യൺ, അത്തരം വലിയ ഹ്യൂജ് ആയിട്ടുള്ള എമൗണ്ട് അമേരിക്കക്കുള്ളിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു. UAEയുടെ ഭാഗത്തുനിന്ന് 1.2 ബില്യണും വരുന്നു. 200 ബില്യണും. അപ്പോൾ ഇങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് അമേരിക്കക്കുള്ളിൽ നടത്തിക്കൊണ്ട് ട്രംപിനെ ഇപ്പോൾ അവർ ചാക്കിലാക്കിയിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും
ട്രംപ് എന്ന് പറയുന്ന ഭരണകർത്താവ് എന്ന് പറഞ്ഞാൽ എൻ്റെ വാക്കിൽ പറയുകയാണെങ്കിൽ അമേരിക്ക എക്കാലവും കണ്ട ഏറ്റവും വലിയ ദുർബലനായിട്ടുള്ള ഒരു പ്രസിഡന്റ് ആയിട്ട് ഇപ്പോൾ ട്രംപ് മാറിയിരിക്കണം. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ടൈമിൽ ചില കാര്യങ്ങളിലൊക്കെ പോയി കൈ പൊള്ളിയെങ്കിൽ പോലും താരതമ്യേന ട്രംപിനെ പറ്റി വലിയൊരു മതിപ്പായിരുന്നു അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ടൈമിൽ. വളരെ കരുത്തുറ്റ ഭരണാധികാരി എന്നുള്ള നിലയിൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ ലെവൽ ഇടിഞ്ഞ് ഒരു ദുർബലനായ അമേരിക്കൻ പ്രസിഡന്റ് എന്നുള്ള തലത്തിലേക്ക് ട്രംപ് വഴുതി വീണിരിക്കുന്നു എന്ന് വേണമെങ്കിൽ, അല്ലെങ്കിൽ ബാഹ്യമായ ശക്തികളുടെ ഇടപെടലുകൾ കൊണ്ട് ട്രംപ് അപ്രകാരമായി തീർന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുക. അപ്പൊ ട്രംപ് ഇപ്പോൾ ഇസ്രായേലിന്റെ മേലാണ് ഇങ്ങനെ പ്രഷർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ഈ വാർ ഇവിടെ അവസാനിപ്പിക്കണം എന്നുള്ളത്. വാർ അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ നയതന്ത്രപരമായിട്ട് ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തും എന്നുള്ള ഭീഷണി വരെ ഇപ്പോൾ ട്രംപിന്റെ ഭാഗത്തുനിന്ന് വരുന്നു. അപ്പോൾ കൂടുതൽ ട്രംപ് നേരത്തെ റഷ്യയൊക്കെ ചെയ്തതുപോലെ അവർ ഇസ്ലാമിക രാജ്യങ്ങളുമായിട്ട് കൂടുതലായിട്ട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള നടപടിക്രമങ്ങൾ ചെയ്തു. അതിന് ട്രംപിന് വലിയ രീതിയിലുള്ള ബിസിനസ് കാഴ്ചപ്പാടാണ്, ഓയിലിന്റെ ഒരു രാഷ്ട്രീയം. അപ്പോൾ അത്തരം രീതിയിൽ ഇപ്പോൾ ട്രംപ് ഇസ്ലാമിക രാജ്യങ്ങളുമായി ചേർന്ന് നിൽക്കുമ്പോൾ ലോകം വീക്ഷിക്കുന്നത് ഇസ്രായേലിന് ഇത് വലിയ കനത്ത തിരിച്ചടിയായിട്ടാണ്. പക്ഷെ ട്രംപ് ഈ തരത്തിലേക്ക് തീരുമാനങ്ങൾ മാറ്റുമ്പോൾ ഇസ്രായേൽ ഇതിനെ പുച്ഛിച്ച് തള്ളുക എന്ന് മാത്രവുമല്ല, ട്രംപ് എന്ത് ചെയ്യരുത് എന്ന് പറയുന്നു അത് വളരെ വർദ്ധിത വീര്യത്തോടെ ഇസ്രായേൽ ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഗാസയിൽ ആക്രമണം നിർത്തണം എന്ന് ട്രംപ് എപ്പോൾ പറഞ്ഞോ മുൻകാലങ്ങളെക്കാട്ടിയൊക്കെ വളരെ ശക്തമായ ഒരു ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഗാസയിൽ നിന്നുണ്ടാകുന്നു. നേരത്തെ ഒരു ആക്രമണം നടത്തിയാൽ അതിനകത്ത് 1-2 പേരൊക്കെയാണ് മരണപ്പെടുന്നതെങ്കിൽ ഇപ്പൊ കൂട്ടത്തോടുള്ള മരണം ഗാസയ്ക്കുള്ളിൽ സംഭവിക്കണം. അതേപോലെ തന്നെ ഇസ്രായേലിന്റെ കരസൈന്യം ഗാസയുടെ 75% പ്രദേശങ്ങളെയും കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ രംഗത്തിറങ്ങാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി ചില കരസേനയുടെ ചില യൂണിറ്റുകളൊക്കെ ഗാസയ്ക്കുള്ളിൽ സജീവമായിക്കൊണ്ട് തന്നെ ഇരിക്കുന്നു, ആക്രമണം നടത്തി പോരുന്നു. മാനുഷികമായ രീതിയിൽ ഗാസയിൽ അമേരിക്ക ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യും എന്നുള്ള കാര്യത്തെപ്പറ്റി വന്നപ്പോൾ ഇസ്രായേൽ അതിനകത്ത് നോ കമന്റ്സ്. ഇസ്രായേൽ അവിടെ ഈ മാനുഷിക എയ്ഡുകൾ സഹായങ്ങൾ നൽകും എന്നുള്ളത് ഇസ്രായേൽ ഉറക്കെ പ്രഖ്യാപിച്ചു. ഇനി എന്തെങ്കിലും ഒരു സഹായം ഗാസയ്ക്കുള്ളിൽ ആരെങ്കിലും ചെയ്യണമെങ്കിൽ അത് ഇസ്രായേലിന്റെ ഹാൻഡ് ത്രൂ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന തലത്തിലേക്ക് കാര്യങ്ങൾ. അപ്പൊ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഇസ്രായേലിന്റെ കൂടെ ഉണ്ടെങ്കിൽ അതൊരു പോസിറ്റീവ്നെസ് ആണ്, അല്ലെങ്കിൽ അത് സപ്പോർട്ടാണ് എന്നുള്ളതിൽ കവിഞ്ഞ് അമേരിക്ക ഇല്ലെങ്കിൽ ഇസ്രായേൽ ഒന്നും ചെയ്യത്തില്ല എന്നുള്ളത് ലോകത്തിന്റെ വെറും വ്യാമോഹം മാത്രമാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ഒരു പവർഫുൾ കൺട്രി ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ചെറുതാണെങ്കിലും അത് വളരെയധികം പവർഫുൾ ആണ്. കടുകുമണി പോലെയാണ്, വളരെ ചെറുതാണെങ്കിലും പക്ഷെ അതിന് ഉള്ളു വളരെ തികവാർന്ന നിറവുള്ളതാണ്. അതിന്റെ അർത്ഥം ഇത്ര മാത്രമേ ഉള്ളൂ, ലോകത്തിന്റെ ബാഹ്യ പ്രേരണ ശക്തികൾക്കൊന്നും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടി കഴിയത്തില്ല. ഒരു പരിധി വരെ അതിനെ ഡിലേ ചെയ്യാൻ കഴിയുമായിരിക്കും, പക്ഷെ അതിനെ എലിമിനേറ്റ് ചെയ്ത് കളയുവാനോ അല്ലെങ്കിൽ അതിനെ ഇൻവാലിഡ് ആക്കി കളയുവാനോ സാധിക്കത്തില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഗാസയ്ക്കുള്ളിൽ ഇപ്പോൾ ഇസ്രായേൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ആക്രമണം നടത്തിക്കൊണ്ട് ഗാസ പിടിച്ചടക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ പ്രഖ്യാപിത നയം. നേരത്തെ ഇത് പാർലമെന്റിൽ ചില തടസ്സങ്ങളും ചില പ്രതിഷേധങ്ങളും ഒക്കെ ഇസ്രായേലിന്റെ പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും ഇസ്രായേൽ ഭരണ സംവിധാനങ്ങൾക്ക് നേരിട്ടെങ്കിൽ ഇപ്പോൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഒരു മനസ്സോടെ അവർ വീണ്ടും ശക്തമായി ഒരുമിച്ച് എന്നുകൊണ്ട് ഗാസയുടെ മേൽ ആക്രമണം നടത്തുന്നു എന്നുള്ള തരത്തിലേക്ക് വന്നു. അപ്പോൾ ബാഹ്യമായ ശത്രുക്കൾ ഒരുങ്ങുമ്പോൾ ഇസ്രായേലിന്റെ ഉള്ളിലുള്ള സഖ്യത വളരുന്നു എന്നുള്ളത് ഇസ്രായേലിനെ കുറച്ചും കൂടി പവർഫുൾ ആക്കി മാറ്റുന്നു എന്നുള്ളത്. അപ്പം ഈ പറയുന്ന പോലെ എതിരിട്ട് നിന്ന ശബ്ദങ്ങളൊക്കെ ഇസ്രായേലിനുള്ളിൽ ഇപ്പോൾ അതൊന്നും ഇപ്പൊ കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. പ്രക്ഷോഭങ്ങൾ നടത്തിയവരെ ഒന്നും ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. ഇസ്രായേൽ വളരെ വലിയ ശക്തമായ ആക്രമണം നടത്തിയാണ്. അപ്പോൾ ഹമാസിനെ കംപ്ലീറ്റ്ലി അവര് റാഡിക്കേറ്റ് ചെയ്തതിനു ശേഷം മാത്രമേ യുദ്ധം അവസാനിപ്പിക്കുകയുള്ളൂ. മാത്രവുമല്ല ഗാസയെ പിടിച്ചടക്കുകയും ചെയ്യും. ഇതാണ് ഇസ്രായേലിൽ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നയം എന്നുള്ളത്. ഇനി ഇറാനും ഇസ്രായേലുമായിട്ടുള്ള സംഘട്ടനത്തിൽ വന്ന് തല വെച്ചു കൊടുത്താണ് അമേരിക്ക. ഇസ്രായേൽ പലപ്പോഴും പറഞ്ഞു ഞങ്ങൾ ഇതിനെ നേരിടുമെന്നും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ അടിച്ചു തകർക്കാൻ വേണ്ടിയിട്ട്. ഇത് ഇന്ന് തുടങ്ങിയതല്ല. ഇസ്രായേല് ഇത് 2016 അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന ഒബാമ അദ്ദേഹം ഈ സീറ്റ് ഒഴിഞ്ഞു പോകുമ്പോൾ രണ്ടാമത് ട്രംപ് വന്ന് അവിടെ കയറി ഇരുന്നു. ആദ്യം തന്നെ ട്രംപ് എന്ത് ചെയ്തു, ഈ ഇറാനുമായിട്ടുള്ള ഈ ആണവ കരാർ ചർച്ച ഏകപക്ഷീയമായി അദ്ദേഹം ഇറങ്ങി തിരിച്ചു, അതിന്ന് വിട്ടുപോയി. അപ്പോൾ തന്നെ ഇത് ഇറാന് കിട്ടിയ ഒരു എന്നാ പറയുന്നത്, ഒരു എനർജി ആയിരുന്നു, അല്ലെങ്കിൽ ഒരു അതിനൊരു ഉത്തേജകം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ആ തരത്തിലായിരുന്നു. അപ്പോൾ ഇറാൻ ഇത് രഹസ്യമായിട്ട്
ഈ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തി. അപ്പോൾ ഈ അമേരിക്ക ഏകപക്ഷീയമായിട്ട് ഇവിടുന്ന് ഇറങ്ങി മാറിയപ്പോൾ അതൊരു കാരണം പറഞ്ഞുകൊണ്ട് ഇറാന് തങ്ങളുടെ യുറേനിയം സമ്പുഷ്ടീകരണം അത് കുറച്ചും കൂടി ത്വരിതപ്പെടുത്താൻ വേണ്ടി സാധിച്ചു. ആ കാലയളവിൽ തന്നെ ഇസ്രായേൽ ഈ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ച് തകർക്കുന്നതിനെ പറ്റി ശാസ്ത്രീയമായ പഠനം നടത്തുന്നുണ്ട്. അതിനെ സൈനികപരമായിട്ട് എങ്ങനെ നേരിടണം എന്നുള്ളതിനെ പറ്റിയും രഹസ്യാന്വേഷണം നടത്തിയും ഇരുചെവി അറിയാത്ത രീതിയിൽ ഇറാന്റെ ഈ ആണവ കേന്ദ്രങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ ഇത് കാലാകാലങ്ങളായിട്ട് തുടങ്ങിയാണ്. ട്രംപിനും അമേരിക്കയ്ക്കും ഇതൊരു പുതുമയുള്ള കേസായിരിക്കും, പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതുമയുള്ള കേസല്ല. അവിടെ അമേരിക്കയുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ പോലും ഇസ്രായേൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ അടിക്കും. ഇപ്പോൾ ലാസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രകാരം, റിപ്പോർട്ടുകൾ പ്രകാരം, ഇസ്രായേൽ ഏകപക്ഷികമായിട്ട് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ട് സൈനികപരമായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തി ആക്രമിക്കാൻ വേണ്ടിയിട്ട് പുറപ്പെടാൻ പോകുമ്പോഴാണ് അമേരിക്കയുടെ ഇന്റലിജൻസ് ഈ കാര്യം മനസ്സിലാക്കുകയും അതിൽ പെട്ടെന്ന് തന്നെ ട്രംപിന്റെ ഒരു ഇടപെടലുകൾ വരികയും ചെയ്തത്. അന്ന് ട്രംപ് ഇങ്ങനെ ഇസ്രായേലിന് എഗെയിൻസ്റ്റ് അല്ലായിരുന്നു. അന്ന് ഈ ആണവ നിരായുധീകരണ ചർച്ചകളുടെ തുടക്കം വരുന്നൊരു സമയം, ഫസ്റ്റ് ചർച്ച അത് നെക്സ്റ്റ് ലെവലിലേക്ക് മാറ്റി അതിന്റെ ഡേറ്റ് പ്രഖ്യാപിക്കുന്നതിന് ഇൻ ബിറ്റ്വീനായിട്ടുള്ള ആ ടൈമിലാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു നീക്കം വന്നത്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഇതിന് കൂട്ടൊന്നും നിന്നാലും അല്ലെ നിന്നില്ലെങ്കിലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ല, അവരത് അടിച്ചു പൊളിക്കുക തന്നെ ചെയ്യും. ഇസ്രായേല് ഈ കാര്യത്തെ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് എൻ്റെ ഈ ഇസ്രായേലുമായിട്ടുള്ള മുൻകാല ചരിത്രങ്ങൾ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇറാൻ ഈ മിഡിൽ ഈസ്റ്റിലെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യം തന്നെയാണ്. അത് നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. അമേരിക്കയെക്കാട്ടും കുറച്ചും കൂടി ഇന്റലക്ച്വലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്നുള്ളതിനകത്ത് ഒരു സംശയമല്ല. ഇനി അത് അങ്ങനല്ല എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രത്യേകം തെളിവ് തരേണ്ടതായിട്ട് വരും. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കക്കാട്ടും ഇന്റലിജൻസ്, അവരുടെ ഇന്റലിജൻസ് സംവിധാനം എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആണ്. അതിനുശേഷം മാത്രമേ ഉള്ളൂ ഈ CIA പോലുള്ള അവരുടെ ഇന്റലിജൻസ് സംവിധാനങ്ങൾക്ക് കപ്പാസിറ്റി ഉള്ളൂ. അതുകൊണ്ട് ഇസ്രായേൽ ഇത് ചെയ്യുക ഒരു രാജ്യവും അറിയാത്ത രീതിയിലായിരിക്കും ഒരുപക്ഷെ ഇറാന്റെ ആണവായുധ കേന്ദ്രങ്ങളെ തകർക്കുക എന്നുള്ളത്. സൈനികമായൊരു നടപടി നടത്തിയാൽ മാത്രമല്ലേ ഇസ്രായേലിനെതിരെ തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട് ഇറാന് കഴിയുള്ളൂ. എന്നാൽ ഇറാന് ഉള്ളിൽ കടന്നുകൊണ്ട് തന്നെ ഇറാന്റെ പോലും രഹസ്യാന്വേഷണ സംഘടനകൾക്കോ അവിടുത്തെ മിലിറ്ററിക്കോ അവിടുത്തെ തലവന്മാർക്കോ ഇതിനെപ്പറ്റി യാതൊരു രീതിയിലും ഒരു ക്ലൂ പോലും ഇല്ലാത്ത രീതിയിൽ ഇസ്രായേൽ ഇത് കയറി നശിപ്പിക്കും എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമാണ്. അതായിരിക്കാം ഇസ്രായേൽ ഈ ഒരു കാര്യത്തിനകത്ത് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഇത് ഏതെങ്കിലും തരത്തിൽ ഇത് നശിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഇറാൻ ആരോപിക്കുക ഇസ്രായേലിനെ തന്നെയായിരിക്കും. എന്നിട്ട് നേരത്തെ നടന്നതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഇസ്രായേലിന്റെ മേൽ ഇറാൻ അഴിച്ചുവിട്ടു കഴിഞ്ഞാൽ അതിന് പ്രത്യാക്രമണം എന്നുള്ള രീതിയിൽ ശക്തമായ ആക്രമണം ഇറാനിനകത്ത് നടത്താനായിരിക്കാം സാധ്യതയുള്ളത്. നമുക്കറിയാമല്ലോ, ഹമാസിന്റെ തലവനായിരുന്നിട്ടുള്ള ഹനിയെ എപ്രകാരമാണ് എലിമിനേറ്റ് ചെയ്തത്, അത് ആരാ ചെയ്തത്, എങ്ങനാ ചെയ്തത് എന്നൊന്നും ഇതുവരെ ലോകത്തിന് തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഹനിയയുടെയും ഹമാസിന്റെയും അതേപോലെ ഇറാന്റെയും വർഗപരമായ ശത്രു ഇസ്രായേലാണ്. മിഡിൽ ഈസ്റ്റിൽ അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും രീതിയിൽ ഇത്തരം രീതിയിൽ ചെയ്യുവാൻ കഴിവുള്ള ഒരു രാജ്യം ഇസ്രായേൽ ആണ് എന്നുള്ള ലോകത്തിന്റെ അറിവിൽ നിന്നാണ് അത് ഇസ്രായേൽ ചെയ്തു എന്നുള്ള രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടും. അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഒരു അവകാശവാദം വന്നു എങ്കിൽ മാത്രമേ ഇവർക്ക് ഇസ്രായേലിന്റെ മേൽ ആരോപണം നടത്താൻ വേണ്ടി സാധിക്കുള്ളൂ. അതേപോലെ തന്നെയായിരുന്നല്ലോ സിറിയയിൽ വെച്ചിട്ട് ഇറാന്റെ പ്രതിനിധി സംഘം ഇസ്രായേലിനെതിരെ ആക്രമണം എപ്രകാരം നടത്തണമെന്നൊക്കെ ഉള്ള രീതിയിൽ സിറിയൻ സൈന്യത്തിനും അതേപോലെ തന്നെ ഹിസ്ബുള്ളയുടെ നേതാക്കന്മാർക്കും അവിടുത്തെ മിലീഷ്യകൾക്കും ക്ലാസ് എടുത്തു കൊടുക്കാനും കോച്ചിങ് കൊടുക്കാനും വേണ്ടി വന്നിട്ട് ആ ബിൽഡിംഗ് അടക്കം അടിച്ച് തകർത്ത് കളഞ്ഞത് നമുക്കറിയാം. അപ്പോൾ ഇതൊക്കെ ഇസ്രായേലിന്റെ ഒരു കപ്പാസിറ്റിയാണ് കാണിക്കുന്നത്. ഇവിടെ അമേരിക്കയുടെ സപ്പോർട്ടൊന്നും ഇസ്രായേലിന് വേണമെന്നില്ല. പിന്നെ ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന ബങ്കർ ബസ്റ്റർ ബോംബ്സ് പോലുള്ള അത്യാധുനിക ബോംബുകൾ ഒരുപക്ഷെ അമേരിക്കയുടെ ഭാഗത്തുനിന്നും ഇസ്രായേലിന് വേണ്ടി വന്നേക്കാം എന്നുള്ള രീതിയിൽ ഒരുപക്ഷെ അമേരിക്കയുടെ സഹായം വേണ്ടിവരും. പക്ഷെ ഇന്റലക്ച്വൽ അല്ലെങ്കിൽ ഇന്റലിജൻസ് പരമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു സഹായമോ മറ്റേതെങ്കിലും കാര്യമോ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഇസ്രായേലിന് വേണ്ട. ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെ എല്ലാവരും ഇസ്രായേലിന് എഗെയിൻസ്റ്റ് ആയിട്ട് വരും എന്നുള്ളത് ഇസ്രായേലിന് ബോധ്യമുള്ളത് കൊണ്ട് തന്നെ അമേരിക്കയുടെ ഇത്തരം ആയുധങ്ങൾ ഇസ്രായേലിന്റെ കയ്യിൽ വന്നിട്ട് ഇസ്രായേൽ അതിന്റെ മറ്റൊരു വേർഷൻ സ്വന്തമായി ഡെവലപ്പ് ചെയ്ത് രഹസ്യമായി വെച്ചിട്ടുണ്ടാകാം എന്നുള്ളതും
വളരെ വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇനി ആയുധപരമായിട്ടുള്ള ഏതെങ്കിലും ഒരു സപ്പോർട്ട് ഇനി ഇസ്രായേലിന് വേണം, അമേരിക്കയുടെ ഭാഗത്തുനിന്ന് വേണ്ടി വരും എന്നുള്ള ഒരു ചിന്തയോടുകൂടി ആരെങ്കിലും അതിനെ സമീപിക്കുന്നെങ്കിൽ അതിനും ഒരുപക്ഷെ ചാൻസ് ഇല്ല എന്നുള്ളതാണ് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. മാത്രവുമല്ല, എക്കാലത്തെയും വലിയൊരു ബന്ധമാണ് ഇപ്പോൾ ഇസ്രായേലും ഇന്ത്യയുമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇസ്രായേലുമായിട്ടുള്ള നയതന്ത്ര ബന്ധം ഏറ്റവും പവർഫുൾ ആയ തലത്തിലേക്കാണ് കാര്യങ്ങൾ വന്നെത്തിയിരിക്കുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ ഇസ്രായേലിന് ഇന്ത്യ ആയുധങ്ങൾ നൽകുന്നു എന്നുള്ള ആ ഒരു ഡീലിലേക്ക് കാര്യങ്ങൾ വന്നെത്തിയിരിക്കുന്നു. ഇനി ഏതെങ്കിലും തരത്തിൽ ഇത്തരം ആക്രമണങ്ങൾ നടത്തുവാനാണെങ്കിൽ ഇന്ത്യയുടെ പക്കലുള്ള അത്യാധുനികമായിട്ടുള്ള ആയുധങ്ങളും ഇസ്രായേലിന് ഇന്ത്യ കൊടുക്കാൻ, കൈമാറ്റം ചെയ്യുവാനുള്ള ധാരണയിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇവിടെ അമേരിക്ക ഇല്ലെങ്കിൽ ഇസ്രായേൽ മുമ്പോട്ട് പോകത്തില്ല എന്ന് പറയുന്നവരോട് ഒരു കാര്യം മാത്രമേ പറയുള്ളൂ: നിങ്ങൾക്ക് വീറ്റോ പവർ മാത്രമേ ഉള്ളൂ അമേരിക്കയ്ക്ക്. വീറ്റോ പവറിന്റെ ബലത്തിലാണ് അമേരിക്ക കുറച്ചും കൂടി ഇസ്രായേലുമായിട്ട്, അല്ലെങ്കിൽ ഇസ്രായേൽ കുറച്ചും കൂടി അമേരിക്കയുമായിട്ട് സഖ്യം ചേർന്ന് നിൽക്കുന്നത്. അമേരിക്കയ്ക്ക് ഏതെങ്കിലും ഈ പറയുന്ന ഐക്യരാഷ്ട്ര സംഘടനയിൽ തിരിച്ചടികൾ നേരിട്ടാൽ അതിനെ ഇത്രയും നാളും വീറ്റോ ചെയ്ത് സഹായിച്ചത് അമേരിക്കയാണ്. അത് നമുക്ക് അല്ല എന്ന് പറയാൻ പറ്റും. പക്ഷെ സൈനികപരമായ നടപടികളിൽ എല്ലായ്പ്പോഴും ഇസ്രായേലിൻ്റെതായിട്ടുള്ള ഒരു ഇന്റലിജൻസും അവരുടേതായിട്ടുള്ള ഒരു മിലിറ്ററി കേപ്പബിലിറ്റിയും ഉണ്ട്. ആ കേപ്പബിലിറ്റിയും ആ ഇന്റലിജൻസും വെച്ച് ശക്തമായ ആക്രമണം ഇനിയും ഇസ്രായേൽ തുടരും. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇന്ന് മിഡിൽ ഈസ്റ്റിൽ ഇപ്രകാരം ഒരു പവർഫുൾ കൺട്രി ആയിട്ട് നിൽക്കാൻ അവരെ സഹായിച്ചത് അവരുടെ ഇച്ഛാശക്തി കൊണ്ടാണ്. പലപ്പോഴും ഈ പറയുന്ന അമേരിക്ക പോലും ഇസ്രായേലിലെ പല മാറി വന്ന പ്രസിഡന്റുമാരും ഇസ്രായേലിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പലപ്പോഴും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സമയങ്ങളിലും സന്ദർഭങ്ങളിൽ പോലും ഇസ്രായേൽ വളരെ ശക്തമായി തന്നെ അവിടെ നിന്ന് പല തീരുമാനങ്ങളും സ്വതസിദ്ധമായി സ്വന്തമായി എടുത്തുകൊണ്ട് വളരെ പവർഫുൾ ആയിട്ട് തീരുമാനങ്ങൾ എടുത്ത് അത് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഇസ്രായേലിന്റെ കഴിവ് അത് പ്രത്യേകം നമ്മൾ എടുത്തു പറയേണ്ടതാണ്. അത്തരം കഴിവുള്ള ഒരു രാജ്യമായതുകൊണ്ട് തന്നെ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ വലിയ സപ്പോർട്ട് ഇല്ലെങ്കിൽ പോലും ഇസ്രായേൽ മിഡിൽ ഈസ്റ്റിൽ തിളങ്ങി തന്നെ നിൽക്കും. പലപ്പോഴും ഇസ്രായേലിന്റെ തീരുമാനങ്ങളെ വിമർശിച്ചിട്ടുണ്ട് മുൻകാലങ്ങളിൽ. പക്ഷേ ഇസ്രായേൽ പിന്നീട് അത് പറഞ്ഞ് തെളിയിച്ചു കൊടുത്തു തങ്ങൾ ചെയ്ത റൈറ്റ് ആണെന്നുള്ളത്. മറ്റുള്ളവർക്ക് അത് അംഗീകരിക്കേണ്ടതായി വന്ന സാഹചര്യം ഉണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ ഇറാന്റെ കാര്യത്തിലും ഗാസയുടെ കാര്യത്തിലും പാലസ്തീന്റെ കാര്യത്തിലും ഹമാസിന്റെ കാര്യത്തിലും ഇനി ഹൂത്തികളുടെ കാര്യത്തിലും ഈ എല്ലാ കാര്യത്തിലും ഇസ്രായേലിൻ്റെതായിട്ടുള്ള ഒരു ആൻസർ ഉണ്ട്. അത് അവർ കൃത്യമായി തന്നെ ലോകക്രമത്തോട് എഴുതി ചേർത്ത് വെക്കും എന്നുള്ളത് നിസ്സംശയം പറയാം. ഇനി ഹൂതികൾ നിരന്തരമായി ഇസ്രായേലിനുള്ളിൽ ബാലിസ്റ്റിക് മിസൈൽസ് അയക്കുന്നുണ്ട്. ഇന്നും അയച്ചു, ഇന്നലെയും അയച്ചു, എല്ലാ ദിവസങ്ങളിലും അയച്ചു. ഇന്നലെ എന്ന് പറയുന്നത് ജെറുസലേം ഡേ ആയിരുന്നു. ഇന്ന് ജെറുസലേം ഡേ ആണ്. ഈ ജെറുസലേം ഡേ ആയത് ഇന്ന് മോർണിംഗിൽ വളരെ ശക്തമായ രീതിയിൽ അവിടെ ആക്രമണം നടന്നു. അപ്പോൾ ഇതൊക്കെ ഇസ്രായേലിന്റെ എയർ ഡിഫൻസ് സംവിധാനങ്ങൾ തകർത്ത് തരിപ്പണമാക്കുന്നു. ഹൂതികൾക്കുള്ള അടി ഇസ്രായേൽ കൊടുക്കാം. ചിലപ്പോൾ ഇതിങ്ങനെ പോകുകയാണെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവര് ഇടവും വലവും നോക്കാത്ത രാജ്യമാണ്. അവര് അടിക്കും എന്ന് പറഞ്ഞാൽ അടിച്ചിരിക്കും. അവർക്ക് പേടി എന്ന് പറയുന്ന ലെവലേഷമില്ല. അമേരിക്കയ്ക്കാണ് പേടിയുള്ളത്. അമേരിക്കയ്ക്കാണ് നാളെ പറ്റി ഭയമുള്ളത്. ഇസ്രായേലിന് നാളെ പറ്റി ഭയമില്ല, പേടിയില്ല. അതുകൊണ്ട് അവർ കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ കൈകാര്യം ചെയ്യും. ഈ രീതിയിൽ ഹൂതികളുടെ ഭാഗത്ത് നിന്ന് ആക്രമണം വന്നാൽ ഒരു പക്ഷേ യമനുള്ളിൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് യമനെ മുഴുവനും ചുട്ടിരിക്കുന്ന രീതിയിലുള്ള സൈനിക നടപടി, അത് ഏത് സൈനിക നടപടിയാണെന്ന് ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല, ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ക്ഷമയെ പരീക്ഷിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഹൂതികൾ നിരന്തരമായി ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഹൂതികളെ പേടിച്ച് ഇസ്രായേല് മാറത്തില്ല. ഹൂതികളെ പേടിച്ച് അമേരിക്ക രഹസ്യമായിട്ട് ഹൂതികളുമായിട്ട് ധാരണ ഉണ്ടാക്കുന്നുണ്ട്. ഹമാസുമായിട്ട് ധാരണ ഉണ്ടാക്കുന്നു, ഇറാനുമായിട്ട് ധാരണ ഉണ്ടാക്കുന്നു, ഇനി മറ്റ് അറബ് രാജ്യങ്ങളുമായിട്ടൊക്കെ ധാരണ ഉണ്ടാക്കുന്നു. പക്ഷെ ഇസ്രായേലിൽ അങ്ങനെ രഹസ്യ ധാരണ ഉണ്ടാക്കേണ്ട കാര്യമില്ല. അമേരിക്കയുടെ കപ്പലുകളെ മാത്രം ആക്രമിക്കരുത്, വേറെ ഏത് കപ്പലിനെ വേണമെങ്കിലും നിങ്ങൾ ആക്രമിച്ചോ, കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഹൂതികളുമായിട്ട് ഇപ്പോൾ ധാരണയിലെത്തി ഹൂതികളെ അടിക്കുന്നത് അമേരിക്ക അവസാനിപ്പിച്ചു. പക്ഷെ ഇസ്രായേൽ അതിനുശേഷം ഹുദൈദ പോർട്ടിൽ ശക്തമായ ആക്രമണം നടത്തി. ഇതൊക്കെ ഇസ്രായേൽ പറയുന്നത് തങ്ങൾ ഒരു ലേശം പോലും ആരൊക്കെ തങ്ങൾക്കെതിരായി നിന്നാലും തങ്ങളുടെ നയങ്ങളിൽ നിന്നും പ്രഖ്യാപിതമായിട്ടുള്ള തങ്ങളുടെ ലക്ഷ്യങ്ങളിൽ നിന്നും ഒരു ഇട പോലും പിൻപോട്ട് പോകത്തില്ല എന്നുള്ളതാണ് ഇസ്രായേൽ ഇപ്പോൾ ഉറക്കെ പ്രഖ്യാപിക്കുന്നത്. അതിന് അമേരിക്ക കൂടെ നിന്നാലും ശരി, നിന്നില്ലെങ്കിലും ശരി, ഇസ്രായേൽ ചെയ്യേണ്ടത് ഇസ്രായേൽ ചെയ്യുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ വീഡിയോയിലൂടെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ വളരെ പവർഫുൾ ആയിട്ടൊരു രാജ്യമാണ്. ആ രാജ്യത്തെ നിങ്ങൾ
ഏതെങ്കിലും രീതിയിലുള്ള നിങ്ങളെ അറിവിന്റെ സ്കെയിൽ കൊണ്ട് അളക്കാൻ വേണ്ടി ശ്രമിക്കരുത്. അത് നടക്കത്തില്ല. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും ഒക്കെ എത്രയോ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ. ആ ഇസ്രായേലിന്റെ യാത്ര മുൻപോട്ട് തന്നെയാണ്. അവർ വിജയം കണ്ടെത്തുന്നിടം വരെയും അവർ തങ്ങളുടെ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാൻ വേണ്ടിയിട്ട് കഴിയുക, ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ കാണാം. അതുവരെ